ഹായ് ഓൾ, ഇന്ന് നമ്മൾ POS ആക്സസറീസിൻ്റെ കുറച്ച് ടെക്നിക്കൽ ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ ടെക്നിക്കൽ ഹെഡായ മിസ്റ്റർ ഷാക്കിറിനെ നമുക്ക് വിളിക്കാം. അപ്പം ഇദ്ദേഹം നിങ്ങൾക്ക് പ്രിൻ്ററിൻ്റെ ചെറിയ മെയിൻ്റനൻസിൻ്റെ കുറച്ച് ടിപ്പുകളും കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. നമ്മളിവിടെ വന്നിട്ടുള്ളത് ഇന്ന് പോസ്റ്റ് പ്രിൻറ്റേഴ്സിൻ്റെ കുറച്ച് ബേസിക് ടെക്നിക്കൽ ടിപ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ്. നമ്മൾ പ്രിൻ്ററിനകത്ത് പ്രോപ്പറായിട്ട് എങ്ങനെ പേപ്പർ ഇടാമെന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്തത്. അതിനു മുമ്പ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഇത് തെർമൽ തന്നെയാണോ പേപ്പർ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതിന് നമുക്ക് ഈസി ആയിട്ടുള്ള വഴി എന്ന് പറഞ്ഞാൽ ഇതൊന്ന് ജസ്റ്റ് സ്ക്രാച്ച് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. ഓക്കെ, സ്ക്രാച്ച് ചെയ്താൽ ഇതിൽ ബ്ലാക്ക് കളർ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇതിനകത്ത് നമ്മൾ കൂടുതലും കണ്ടുവരുന്ന ഒരു ഇഷ്യൂ ആണ് നമ്മൾ പേപ്പറിൻ്റെ ലൈറ്റ് ബ്ലിങ്ക് ചെയ്തിട്ട് നിൽക്കുക അല്ലെങ്കിൽ സ്റ്റഡി ആയിട്ട് കത്തി നിൽക്കുക എന്നുള്ളത്. ഇതിന് രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, പേപ്പർ ഇട്ടത് പ്രോപ്പർ ആയിരിക്കില്ല, അല്ലെങ്കിൽ അതിന് സെൻസറിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിരിക്കും. ഇത് രണ്ടും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം പേപ്പർ പ്രോപ്പറായിട്ട് ഇട്ട് നോക്കാം. പേപ്പർ പ്രോപ്പറായിട്ട് ഇൻസേർട്ട് ചെയ്തു. പ്രോപ്പറായി ഇൻസേർട്ട് ചെയ്താൽ നമുക്ക് ആ ലൈറ്റ് ഇടുന്നതായിട്ട് നമുക്കിത് കാണാൻ പറ്റും. കോമൺ ആയിട്ട് ഇന്ന് പ്രിൻറ്റേഴ്സിൽ നമ്മൾ പോസ്റ്റ് പ്രിൻറ്റേഴ്സിൽ കണ്ടുവരുന്ന കുറച്ച് പോർട്സ് ഞാൻ പരിചയപ്പെടുത്താം. ഇതിൽ മോസ്റ്റ്ലി വരുന്നത് നമുക്ക് USB പോർട്ട്, എല്ലാ പ്രിൻറ്റേഴ്സിലും വരുന്ന ഒരു പോർട്ടാണ് USB പോർട്ട്. പിന്നെ നമുക്ക് വരുന്നത് RJ45, നമ്മൾ നെറ്റ്വർക്ക് കണക്ടിവിറ്റിക്ക് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ നമുക്ക് വരുന്നത് RJ11 പോർട്ട് വരുന്നുണ്ട്. അതിൽ വരുന്നത് നമുക്ക് ക്യാഷ് ഡ്രോവർ എല്ലാം കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന പോർട്ടാണ് RJ11. അതുപോലെ നമുക്ക് ഓപ്ഷണലായിട്ട് വരുന്ന ഓപ്ഷനാണ് വൈഫൈ പോർട്സ്. ചില പ്രിൻറ്റേഴ്സിന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ചില പ്രിൻറ്റേഴ്സിന് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. പിന്നെ നമുക്ക് വരുന്നത് കോമൺ ആയിട്ട് പവർ പോർട്ട് വരുന്നുണ്ട്. കുറച്ച് ഹൈ എൻഡ് പ്രിൻറ്റേഴ്സിൽ നമുക്ക് കണ്ടുവരുന്ന ഒരു ഫീച്ചർ സേഫ്റ്റി ഫീച്ചറാണ്. നമുക്കിവിടെ ഒരു ക്ലിപ്പ് വരുന്നുണ്ട്, ഒരു ലോക്ക്. പവർ പ്ലഗ് നമ്മൾ ചെയ്യുന്ന ടൈമിൽ നമുക്ക് പവർ പ്ലഗ് ചെയ്തിട്ട് നമ്മൾ തിരിച്ചെടുക്കുന്ന ടൈമിൽ നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ ഒരു ലോക്ക് പുൾ ചെയ്തതിന് ശേഷം മാത്രമേ ഇത് എടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അത് പൊട്ടി പോകാൻ സാധ്യതയുണ്ട്. ഇതിൽ നമ്മൾ മോസ്റ്റ്ലി കണ്ടുവരുന്ന കുറച്ച് കോമൺ ഇഷ്യൂസ് ഇത് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. മോസ്റ്റ്ലി ക്യാഷ് ഡ്രോവർ വർക്ക് ആവാതിരിക്കാം. അതിന് വരുന്ന പോർട്ടാണ് നമുക്ക് ഈ RJ11 പോർട്ട്. അതിൽ 6 പിൻ ആയിരിക്കും വരുന്നത്. നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ സെയിം ആയിട്ട് നമുക്കിവിടെ ഒരു പോർട്ട് കൂടി വരുന്നുണ്ട്, നെറ്റ്വർക്കാണ്. അതിൽ വരുന്നത് 8 പിൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇത് രണ്ടും മാറാതിരിക്കാൻ ശ്രദ്ധിക്കാം. നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ പ്രിൻറ്റേഴ്സിനും കൂടുതലായിട്ട് കണ്ടുവരുന്ന USB കേബിളാണ് നമ്മളിപ്പോൾ ഇവിടെ കാണിക്കുന്നത്. ഇതിൽ ഒരു എൻഡ് വരുന്നത്, സിസ്റ്റത്തിൻ്റെ എൻഡ് വരുന്നത് ഇതായിരിക്കും. പ്രിൻ്ററിൻ്റെ സൈഡ് വരുന്നത് ഈ പോർട്ടായിരിക്കും. ഇത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് പ്ലഗ് ചെയ്യുന്ന കറക്റ്റ് പൊസിഷനിലായിരിക്കണം. നമുക്ക് സാധാരണ കണ്ടുവരുന്ന വേറൊരു ഇഷ്യൂ ആണ് പ്രിൻ്ററിലെ ക്ലാരിറ്റി കുറവ്, അതുപോലെ പ്രിൻ്ററിൽ ലൈൻ വരുന്നത്. അപ്പോൾ അതുപോലെയുള്ള ഇഷ്യൂസ് നമുക്ക് വരാൻ ചാൻസ് ഉള്ളത് ഈ ഒരു ഭാഗമാണ്. ഇതിൻ്റെ പ്രിൻ്ററിൻ്റെ മെയിൻ ഭാഗമാണ്. അതിൽ നമുക്ക് ഹെഡ് വരുന്നത് ഈ കട്ടിന് താഴെ ഭാഗത്തായിട്ട് കാണുന്ന ഈ ബ്ലാക്ക് കളറാണ് ഹെഡ് വരുന്നത്. അപ്പോൾ അത് നമുക്ക് ക്ലീൻ ചെയ്യാവുന്നതാണ്. മന്ത്ലി ഒരു ടൈം ക്ലീൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. നമ്മൾ ക്ലീൻ ചെയ്യുന്നത് ആൽക്കോളിക് സൊല്യൂഷൻ മുക്കിയ കോട്ടൺ സാപ്പ് യൂസ് ചെയ്തിട്ടാണ്. പോസ്റ്റ് പ്രിൻ്ററിൽ കൂടുതലായി കണ്ടുവരുന്ന ഒരു ഇഷ്യൂ ആണ് പേപ്പർ ജാം അല്ലെങ്കിൽ കട്ടർ ജാം ആവുക എന്നുള്ളത്. ഇൻ കേസ് നിങ്ങൾക്ക് കട്ടർ ജാം ആവുകയോ പേപ്പർ ജാം ആവുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഒരു ഫോഴ്സ് ചെയ്ത് നിങ്ങളിത് ഓപ്പൺ ചെയ്യാൻ നോക്കണം. അത് പ്രിൻ്റർ കൂടുതൽ ഡാമേജ് ആവാൻ സാധ്യത കൂടുതലാണ്. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ പ്രിൻ്റർ ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് എല്ലാ പ്രിൻറ്റേഴ്സിനും കണ്ടുവരുന്ന ഒരു ബട്ടണാണ് ഹീറ്റ് ബട്ടൺ എന്നുള്ളൊരു ബട്ടൺ. അത് പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് പവർ ഓൺ ചെയ്യാം. പവർ ഓൺ ചെയ്ത് ഒരു 3 സെക്കൻഡ് പ്രസ് ആൻഡ് ഹോൾഡ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ ഒരു ഇഷ്യൂ ആണെങ്കിൽ അത് അവിടെ നിന്ന് നമുക്ക് സോൾവ് ചെയ്ത് അതിൻ്റെ പ്രിൻ്റ് ഔട്ട്. നമുക്ക് ആദ്യത്തെ പറഞ്ഞ സ്റ്റെപ്പ് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ നമുക്ക് എല്ലാ പ്രിൻറ്റേഴ്സിനും തന്നിട്ടുള്ള ഒരു ഓപ്ഷനാണ്. നമുക്ക് എല്ലാ പ്രിൻ്റിങ്ങിനകത്തും ഇതുപോലെ നമുക്ക് കട്ടർ ജാം നമുക്ക് ഒഴിവാക്കാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ എല്ലാ പ്രിൻറ്റേഴ്സും തന്നിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ അത് ഉപയോഗിച്ച് നമുക്ക് ഇതിൻ്റെ ഇഷ്യൂസ് നമുക്ക് സോൾവ് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രിൻ്ററിൻ്റെ ബേസിക് ടിപ്സാണ് ഷെയർ ചെയ്തത്. കൂടുതൽ കാര്യങ്ങളിലേക്കായിട്ട് കോൺടാക്ട് us ആൻഡ് ഫോളോ ടാ.